കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും കോൺഗ്രസിനും ബി.ജെ.പിക്കും നഷ്ടമായത് അവരുടെ പ്രധാന നേതാക്കളെ. വയനാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് നവംബർ 13 നടന്നിരുന്നു. ഇനി ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട്ടേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. കോൺഗ്രസിന്റെ യുവനേതാവായ സരിൻ കോൺഗ്രസിനോടിടഞ്ഞ് CPM-ലേക്ക് പോയതും പിന്നീട് പാലക്കാട് CPM സ്ഥാനാർത്ഥിയായതും രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതുവരെ പാലക്കാട് 3-ാം സ്ഥാനത്തായിരുന്ന CPM-ന് ഇതോടെ ചെറിയൊരു പ്രതീക്ഷയും നാമ്പിട്ടു തുടങ്ങിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാന നേതാവ് പാർട്ടി വിട്ടതോടെ പാലക്കാട് ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ ബി.ജെ.പിക്ക് പാലക്കാട് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന വാർത്തകളാണിപ്പോൾ എത്തുന്നത്. ബി.ജെ.പി നേതൃത്വത്തോടിടഞ്ഞാണ് സന്ദീപിന്റെ ഈ പാർട്ടി മാറ്റം. KPCC നേതൃത്വത്തിന്റെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടയിലാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്കെത്തിയത്. നേതാക്കൾ കൈകൊടുത്തും ഷാളണിഞ്ഞും ആലിംഗനം ചെയ്തുമൊക്കെ സന്ദീപിനെ സ്വീകരിക്കുകയും ചെയ്തു. സന്ദീപ് CPM-ലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസിലേക്ക് എത്തിയത്. എന്നാൽ ഇതോടെ 20-ാം തീയതി ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട് CPM-ന്റെ വിജയപ്രതീക്ഷ ഉയരുകയാണെന്നാണ് വിലയിരുത്തലുകൾ. കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിൽ നിന്നും 2 പ്രധാന യുവനേതാക്കൾ പാർട്ടി വിട്ടതോടെ ഇരു പാർട്ടികളിലും പ്രതിസന്ധി ഉയരുകയും വിജയപ്രതീക്ഷയിൽ മങ്ങലേൽക്കുകയും ചെയ്തു. ഇരു പാർട്ടി നേതൃത്വങ്ങളിലെയും വാക്കുതർക്കങ്ങളും ഇടച്ചിലുമെല്ലാം പരസ്യമായതോടെ പാലക്കാട് CPM-ന് സാധ്യത തെളിയുകയാണ്. തുടർച്ചയായി 3-ാം സ്ഥാനത്തെത്തുന്ന CPM-ന് ഇത്തവണ വിജയം കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തലുകൾ. സന്ദീപ് വാര്യർ കൂടി ബി.ജെ.പിയിൽ നിന്ന് മാറിയതോടെ പാലക്കാട്ടെ ബി.ജെ.പിയുടെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു കഴിഞ്ഞു. 20-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ ജനവിധി എന്താകുമെന്ന ആശങ്കയിലാണ് ഇരു മുന്നണികളും.